കുറേ നാളായാലും ഒരു ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പതിപോലെ ചോറ് കൂട്ടാൻ വേണ്ടി നമ്മുടെ ആ ഓട്ടോട്ട പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ എത്ര റേറ്റ് എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കാലത്ത് എന്താ പറയുക ചോറ് കഴിച്ചിട്ടാണ് പോവുക. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചേട്ടന് ചോറാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കറികളൊക്കെ ഉണ്ട് കേട്ടോ. സോസേജ്, ഉരുളൻകിഴങ്ങ്, മോരുകറിയൊക്കെ ഒഴിച്ച് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകും. അപ്പോൾ ലഞ്ച് ബോക്സ് ഇപ്പോൾ ഞാനിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കറികളൊക്കെ ഞാനിങ്ങനെ ഇടുന്നുണ്ട്. സോസേജ്, ഉരുളൻകിഴങ്ങ്, പിന്നെ നമ്മുടെ മോരുകറി ഞാൻ എന്താ പറയുക സെൻറ്ററിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ മോരുകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന് ശേഷം മാങ്ങാച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കും. പിന്നെ അതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് അങ്ങനെ കവറിലങ്ങനെ വെക്കും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ എന്താ പറയുക സ്നാക്ക് ബോക്സ് പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ ക്രോയിസൻ്റ് ഇട്ടു, പിന്നെ കുറച്ച് ഡേറ്റ്സ് ഇട്ടു കേട്ടോ. പിന്നെ എന്താ പറയുക ഗാലക്സിയുടെ 2-3 ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക മിഠായി കിട്ടും കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. പൊതുവെ മധുരം തന്നെ ഭയങ്കര മടിയാണ് ചേട്ടന്. അപ്പോൾ പക്ഷേ ഞാനിങ്ങനെ ഓരോ 2-3 ചോക്ലേറ്റ്സൊക്കെ ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ സ്നാക്ക് ബോക്സിൽ. അപ്പോൾ പിന്നെ അങ്ങനെ കഴിച്ചോളും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.